أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك جزاؤهم بأنهم كفروا بآياتنا وقالوا أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا أولم يروا أن الله الذي خلق السماوات والأرض قادر على أن يخلق مثلهم وجعل لهم أجلا لا ريب فيه فأبى الظالمون إلا كفورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 914 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 98, 99 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك جزاؤهم بأنهم كفروا بآياتنا وقالوا أإذا كنا عظاما ورفاتا أإنا لمبعوثون خلقا جديدا أولم يروا أن الله الذي خلق السماوات والأرض قادر على أن يخلق مثلهم وجعل لهم أجلا لا ريب فيه فأبى الظالمون إلا كفورا. صدق الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ 98, 99 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഭൗതിക ലോകത്ത് കാഴ്ചയും സംസാര വൈഭവവും കേൾവിയും ഒന്നും പ്രയോജനപ്പെടുത്താതെ സത്യനിഷേധത്തിന്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. അള്ളാഹു അവർക്ക് സന്മാർഗം നൽകുന്നില്ല. അവര് സ്വയം തെരഞ്ഞെടുത്ത ആ ദുർമാർഗം തന്നെയാണ് അവർക്കായിട്ട് അള്ളാഹു നിശ്ചയിക്കുന്നത്. അന്ത്യനാളിൽ അവരെ മുഖം കുത്തി വീണവരായി വലിച്ചഴക്കപ്പെട്ടുകൊണ്ടാണ് അന്ധരും ഊമകളും ബധിരരുമായിട്ട് അവര് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക. അവരുടെ മടക്കഗേഹം നരകമാണ്. ആ നരകത്തിന്റെ തീ കാഠിന്യം കുറഞ്ഞു പോകുന്ന, അതിന്റെ ആളിക്കത്തലിന് കുറവ് വരുന്ന ഘട്ടങ്ങളിലൊക്കെയും തന്നെ നാം അതിനെ ആളിക്കത്തലുള്ളതാക്കി അതിന്റെ ആളിക്കത്തൽ വർദ്ധിപ്പിക്കുന്നതുമാണ് എന്നാണ് അള്ളാഹു ഇന്നലെ നമ്മൾ വായിച്ച അവസാനത്തെ ആയത്തിൽ വ്യക്തമാക്കുകയുണ്ടായത്. ഹിദായത്ത് എന്നത്, സന്മാർഗം എന്നത് ഓരോരുത്തരുടെയും നിലപാടിന്റെ കൂടി ഫലമായിട്ട് കരഗതമാവുന്ന ഒരു കാര്യമാണ്. സത്യം നമ്മുടെ കൺമുന്നിൽ എത്തിയത് കൊണ്ടോ അത് എത്തിച്ചു തരുന്നത് ഏറ്റവുമേറെ ഉത്തരവാദിത്വ ബോധമുള്ള അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു വ്യക്തി ആയതുകൊണ്ടോ ആ സത്യം നമുക്ക് ലഭിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിക്കൊള്ളണം എന്നില്ല. അത് നമ്മുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ കൺമുന്നിൽ എത്തിയ ഒരു ഹക്ക് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കാനും അതിനെ ഹൃദയ പുൽകാനും ഒക്കെയുള്ള വെമ്പല് നമ്മിലുണ്ടെങ്കിലേ നമുക്കതിന്റെ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ.
നമ്മുടെ ചുറ്റുപാടുമായി സത്യം ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടത് കൊണ്ടോ ബുദ്ധിപരമായി അതിന്റെ മേധാവിത്വം സ്ഥാപിതമായി വന്നതുകൊണ്ടോ ഒന്നും തന്നെ നമുക്കതിന്റെ പ്രയോജനം കിട്ടണമെന്നില്ല. നമ്മുടെ നിലപാട് അതിനെ മനസ്സിലാക്കാനുള്ള സന്നദ്ധത ഇല്ലാത്ത വിധത്തില് അന്ധതയും സംസാരശേഷി ഇല്ലായ്കയും ബധിരതയും ഒക്കെ ബാധിച്ച അവസ്ഥയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്കതിന്റെ പ്രയോജനം ലഭിക്കുകയില്ല. അള്ളാഹു ആ അനുഗ്രഹം നമ്മൾക്കായി നൽകുകയുമില്ല. ഈ നിലപാടെടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നരകത്തിന്റെ ആളുകളായിട്ട് മാറാനിരിക്കുന്നു. അവർ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നത് മുഖം കുത്തി വീണ അവസ്ഥയിൽ വലിച്ചിഴക്കപ്പെടുന്നവരായിക്കൊണ്ടും കാണാനും സംസാരിക്കാനും കേൾക്കാനുമുള്ള ശേഷിയില്ലാത്തവരായിക്കൊണ്ടുമായിരിക്കും എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ച 2 ആയത്തുകളിലായിട്ട് അള്ളാഹു വ്യക്തമാക്കുന്നത്. ദാലിക, ഇങ്ങനെ സംഭവിക്കാൻ ഇടയായത്, ജസാഉഹും ബി അന്നഹും കഫറു ബി ആയാത്തിന. ദാലിക ജസാഉഹും, അവർക്കുള്ള ഏറ്റവും യോജിച്ച ഏറ്റവും തികവാർന്ന പ്രതിഫലം ഇതാണ് എന്ന വിധത്തിലായത്, ബി അന്നഹും കഫറു ബി ആയാത്തിന, നമ്മുടെ വ്യക്തതയുള്ള ദൃഷ്ടാന്തങ്ങളെ അവര് നിഷേധിച്ചത് കാരണമായിട്ടാണ്. പലപ്പോഴായിട്ട് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ആയത്ത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും കണ്ണു തുറപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതിഭാസമാണ്. നമ്മുടെ ചിന്തയെ തട്ടിയുണർത്തുകയും കാര്യങ്ങളെ കൃത്യതയോടുകൂടി ഉൾക്കൊള്ളാൻ നമുക്ക് സഹായകമാവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രതിഭാസം. അത് ദൈവിക വെളിപ്പാടിന്റെ ഭാഗമായുള്ള വചനങ്ങളാവാം, അതല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലൊന്നാകെയായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിന്യസിപ്പിച്ചു വെച്ചിരിക്കുന്ന അവന്റെ അസംഖ്യം പ്രതിഭാസങ്ങളുമാവാം. അപ്പോ ഈ ആളുകൾക്ക് ഈ ഗതി വരുന്നതിന്റെ, ഈ പ്രതിഫലം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ കാരണം ബി അന്നഹും കഫറു ബി ആയാത്തിന, നമ്മുടെ ഈ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ അവര് കളവാക്കി, നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു എന്നതിനാലാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ആയാത്തുകൾ വിന്യസിപ്പിക്കുകയും മനുഷ്യബുദ്ധിയെ തട്ടിയുണർത്തുന്ന വിധത്തിലുള്ള ആശയങ്ങള് ഇത്തരം ദൈവിക വെളിപ്പാടുകളിലൂടെ വെളിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുക എന്നതാണ് അള്ളാഹു മനുഷ്യന് മാർഗദർശനത്തിനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. ഒരു ക്ലാസ് മുറിയിൽ അധ്യാപകൻ പഠിപ്പിക്കാൻ കഴിയും, പക്ഷെ അത് പഠിക്കുക എന്നത് വിദ്യാർത്ഥികളുടെ ഒരു ചുമതലയാണ്. ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുക എന്നതിന്റെ അർത്ഥം അത് കേട്ടിരിക്കുന്ന ആള് അത് പൂർണ്ണമായും ഗ്രഹിക്കുന്ന വിധത്തിൽ അയാളെ കയ്യിലെടുക്കുക എന്നത് ആ നിലക്ക് സാധിച്ചോളണമെന്നില്ല. അതിന് സന്നദ്ധതയുള്ളവരുടെ കാര്യത്തിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു റെസിപ്രൊക്കേഷൻ ഈ പ്രബോധിത സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ദൂതന്റെ ഈ പ്രബോധന ദൗത്യത്തിന് വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ ദൂതൻ എത്ര തന്നെ പ്രശംസനീയമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചാലും, ആളുകൾക്ക് എത്ര കൃത്യതയുള്ള ബോധ്യം സൃഷ്ടിക്കുന്ന അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെയാണ് കാണിച്ചത് എങ്കിൽ പോലും കണ്ണു തുറന്ന് കാണാനും മനസ്സിലാവാത്തത് ചോദിച്ചറിയാനും വിശദീകരണങ്ങൾ നൽകപ്പെടുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കാനും ഒക്കെ സന്നദ്ധതയുള്ള, സത്യം എന്താണ് എന്നത് മനസ്സിലായാൽ അതിനെ ഉൾഗാനും സ്വീകരിക്കാനും ഒക്കെയുള്ള സന്നദ്ധതയുള്ള ആളുകളുടെ കാര്യത്തിലാണ് അത് പ്രയോജനപ്പെടുക. അല്ലാത്തവരുടെ കാര്യത്തിൽ അവര് ഭാഗ്യദോഷികളായിക്കൊണ്ട് തന്നെ തുടരുകയാണ് ചെയ്യുക.
അവരുടെ ഒടുക്കം നരകത്തിലായിരിക്കും എന്നതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ എന്തുകൊണ്ട് അങ്ങനെ എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ദാലിക ജസാഉഹും, ഈ നരകമാണ്, ആളിക്കത്തുന്ന, വീണ്ടും വീണ്ടും ആളിക്കത്തിക്കപ്പെടുന്ന നരകമാണ് അവർക്കായുള്ള പ്രതിഫലമായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം ബി അന്നഹും കഫറൂ ബി ആയാത്തിന, അള്ളാഹുവിന്റെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ അവര് കണ്ണടച്ച് കാണാതെ ഇരുന്ന് കളഞ്ഞു, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞു, അതിനെ നിഷേധിക്കുന്നവരായി. കഫറ എന്ന വാക്കിന്റെ കൃത്യമായ ഒരു സൂചന, നമുക്ക് ബുദ്ധിപരമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു സംഗതിയെ അത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ അതിനെ മറച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ സൂചനയെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പരസ്യമായിട്ട് അംഗീകരിക്കാനുള്ള സന്നദ്ധത കാണിക്കാതിരിക്കുകയോ ഒക്കെയാണ്. അപ്പോ അള്ളാഹുവിന്റെ ആയാത്തുകള് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ ബോധ്യപ്പെടുത്തല് ഒരു ഏകപക്ഷീയമായ പ്രവർത്തനമല്ല, അതിന് രണ്ട് വശങ്ങളിൽ നിന്നുമുള്ള ഒരു പ്രതിപ്രവർത്തനമായിട്ട് അത് സംഭവിക്കണം. പ്രവാചകന്മാരും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരും ഒക്കെ യുക്തിയുടെയും ബുദ്ധിയുടെയും തലത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില് വ്യക്തമാക്കുമെങ്കിലും അത് പ്രവർത്തനക്ഷമമാവണമെങ്കിൽ കേൾക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസിപ്രക്കേഷൻ, അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു സന്നദ്ധത കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അതില്ലാത്ത മനസ്ഥിതിയാണ് കുഫറിന്റെ മനസ്ഥിതി. ആ കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത ഇല്ലായ്ക എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുകളെയും സംസാര വൈഭവത്തെയും കാതുകളെയും ഒന്നും പ്രയോജനപ്പെടുത്താൻ അവർ കൂട്ടാക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഈ കഴിവുകളൊന്നും ഇല്ലാത്തവരായിട്ട് മുഖം കുത്തി വീണവരായിട്ടാണ് അവര് വലിച്ചിഴക്കപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടാൻ പോകുന്നത് എന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വഖാലു, അവരിങ്ങനെ പറഞ്ഞതുകൂടിയാണ് അതിന് കാരണം. അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിന്റെ സന്ദേശം മനുഷ്യർക്കിടയിൽ എത്തിക്കുന്നവരും ഒക്കെ ആ സന്ദേശങ്ങളുമായി വന്നപ്പോഴൊക്കെ ഇവര് ചോദിച്ചൊരു ചോദ്യം, ഇങ്ങനെ അവര് നിരന്തരമായി വളരെ തോട്ട്ലെസ് ആയിട്ട് ചോദിക്കുകയുണ്ടായി എന്നത് കൂടിയാണ് അവരുടെ ഈ പരിണതിക്ക് കാരണം. ആ കാരണം വഖാലു അഇദാ കുന്ന അളാമം വറുഫാത്ത, അല്ല ഞങ്ങള് എല്ലും മണ്ണുമായി കഴിഞ്ഞതിന് ശേഷം, ശരീരം മറമാടപ്പെട്ടതിന് ശേഷം, അത് ശരീരം ദ്രവിച്ച് ഡീകമ്പോസ്ഡ് ആയിപ്പോയി മണ്ണിന്റെ ഭാഗമായി നുരുമ്പി പോയതിനു ശേഷം, എല്ലുകൾ പോലും അങ്ങനെ നുരുമ്പി മുറിഞ്ഞ് കഷ്ണങ്ങളായി പോയതിനു ശേഷം ഞങ്ങള് ഒരു പുതിയ സൃഷ്ടിപ്പായിട്ട് പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യം അവരുടെ അവിശ്വാസത്തിന്റെ ആഴം കാണിക്കുന്നത് കൂടിയാണ്. ഒന്നാമത് അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ണ് തുറന്ന് കാണാനും ഉൾക്കൊള്ളാനും സന്നദ്ധരായില്ല. രണ്ടാമത് ഈ അവിശ്വാസം ദൃഢപ്പെടുത്തുന്ന വിധത്തിലുള്ള ചോദ്യവുമായിട്ടാണ് അവര് പ്രവാചകന്മാരെ നേരിട്ട് കൊണ്ടിരുന്നത്. ആ ചോദ്യം ഇതാണ്: ഞങ്ങള് എല്ലും മണ്ണുമായി മാറിയതിനു ശേഷം, ഞങ്ങളുടെ ശരീരം ദ്രവിച്ചു പോയതിനു ശേഷം, ഞങ്ങളുടെ മാംസം മണ്ണിൽ അലിഞ്ഞു ചേർന്നതിനും എല്ലുകൾ മാത്രമായി മാറിയതിനൊക്കെ ശേഷം അഇന്നലമബൂസൂൻ, ഞങ്ങള് പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോവുകയാണോ? ഖൽഖൻ ജദീദ, ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോകുന്നുവോ? ഇതാണ് അവരുടെ തികഞ്ഞ അവിശ്വാസം പ്രകടിപ്പിക്കുന്ന ചോദ്യം. ഈ രണ്ട് കാരണങ്ങളാലാണ് അവരിപ്പോ വിവരിക്കപ്പെട്ടിട്ടുള്ള വിധത്തിലുള്ള പരിണിതി ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അള്ളാഹുവിന്റെ ആയാത്തുകൾ അവര് വേണ്ട വിധത്തിൽ കാണാനോ ഉൾക്കൊള്ളാനോ സന്നദ്ധരായില്ല.
മരണശേഷം മനുഷ്യന്റെ ശരീരം നുരുമ്പിപ്പോയതിന് ശേഷവും ആ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെയായിട്ട് അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുക, എന്നിട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഹാജരാക്കപ്പെടുക എന്ന കാര്യമാണോ പറയുന്നത് എന്നാണ് അവര് അതിനെ അസംഭവ്യമാണ് എന്നത് സൂചിപ്പിക്കുന്ന വിധത്തിൽ ചോദിക്കുകയുണ്ടായത്. പഴയകാലത്ത് പ്രവാചകന്മാരുടെ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുക എന്നതൊരു സ്വാഭാവികമായ ഒരു യുക്തിയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. എന്നാൽ പോലും മനുഷ്യൻ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ കൈകാലുകളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടന്നു നീങ്ങുന്ന മനുഷ്യൻ ഒന്നുമായിരുന്നില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അവനൊരു ഉണ്മയോ അസ്തിത്വമോ ഉണ്ടായിരുന്നില്ലാത്തൊരു കാലം അവന്റെ ഭൂതകാലത്തില് ഉണ്ടായിരുന്നു എന്ന വസ്തുത അവൻ മറന്നുപോവുകയാണ്. ഒന്നുമില്ലായിരുന്നു എന്ന അവസ്ഥയിൽ നിന്ന് അവൻ ഉണ്ടായി വന്നത് ഏതൊരു സ്രഷ്ടാവിന്റെ പ്രയത്നഫലമായിട്ടാണോ ആ സ്രഷ്ടാവ് ഇപ്പോഴും ഉണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ അവനെ വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവരിക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല എന്ന് ആലോചിക്കാൻ അവര് കൂട്ടാക്കിയില്ല. എന്നിട്ട് അതിനെ പൂർണ്ണമായിട്ട് നിഷേധിച്ച് തള്ളുന്ന ഒരു നിലപാടും ഒരു ചോദ്യവും ഒക്കെയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ അതിനുള്ള മറുപടിയായിട്ട് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്നത് അവലം യറവും, അവര് കാണുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹു ഖാദിറുൻ, കഴിവുള്ളവനാണ്, അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലെയുള്ളവരെയും സൃഷ്ടിക്കുവാൻ. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന് ഇവരെ പോലെ ഈ ഭൂമിയിലെ ഏതാനും വർഷങ്ങൾ ജീവിക്കുന്ന സൃഷ്ടികളായ മനുഷ്യര് അവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ കഴിയാത്തവനാണോ എന്നാണ് അള്ളാഹുവിടെ ഉന്നയിക്കുന്ന ചോദ്യം. അവര് കാണുന്നില്ല, അവരെന്ത് കരുതുന്നു? അവലം യറവും, അവരെങ്ങനെ മനസ്സിലാക്കുന്നു? അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞ അള്ളാഹു ഖാദിറുൻ, കഴിവുള്ളവനാണ്, അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലെയുള്ളവരെയും സൃഷ്ടിക്കുവാൻ എന്ന കാര്യത്തെക്കുറിച്ച് അവരെന്ത് കരുതുന്നു എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്നത്. അവരെന്താ കരുതുന്നത്? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് ഇവരെ പോലെയുള്ളവരെയും സൃഷ്ടിക്കാൻ കഴിയും എന്ന വസ്തുതയെക്കുറിച്ച് അവരെങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവരെന്ത് കരുതുന്നു, എന്താണ് അവരുടെ നിലപാട് എന്നാണ് ഒരു പരോക്ഷമായ ഒരു ചോദ്യമായിട്ട് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് തുടർന്ന് വജഅല ലഹും അജല, അവർക്ക് അവൻ ഒരു അവധി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. അവരെ സൃഷ്ടിച്ചു വിടുക മാത്രമല്ല ചെയ്തിട്ടുള്ള, അനന്തമായ കാലം ജീവിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള വിധത്തിൽ സൃഷ്ടിച്ചു വിട്ടതല്ല. ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് അവന് നിർവഹിക്കാനുള്ള സകല കാര്യങ്ങളുടെയും സമയം അതോടെ അവസാനിക്കും, അതോടെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും എന്ന വിധത്തിൽ ഒരു അജല് നിശ്ചയിച്ചിരിക്കുന്നു അവൻ എന്നതും അവൻ അറിയുന്നില്ലേ? അതിനെക്കുറിച്ച് അവൻ എന്ത് കരുതുന്നു? സമയം നിർണയിക്കപ്പെട്ടുകൊണ്ടുള്ള ഏത് സംഗതിക്കും ഒരു പേർപ്പസ് സെർവ് ചെയ്യാനുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ കാര്യം മാറ്റിവെക്കുക, ജീവജാലങ്ങളും സസ്യലതാദികളും ഒക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ളത് അതൊക്കെ തന്നെ പെരിഷബിൾ ആണ്. ഒരു സമയം നിർണയിക്കപ്പെട്ട സൃഷ്ടികളായിട്ടാണ് കാണാൻ കഴിയും. ഏത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളോ അല്ലെങ്കിൽ സസ്യങ്ങളോ ചെടികളോ മരങ്ങളോ നിരീക്ഷിച്ചാലോ അതിന് അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജലിനപ്പുറത്തേക്ക് അവ നിലനിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോ സമയം നിർണയിക്കപ്പെട്ടതാണ് ഇതൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ സമയം നിർണയിക്കപ്പെട്ടുകൊണ്ട് ഭൂമുഖത്ത്
ജീവിക്കുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ഏത് തരത്തിൽപ്പെട്ടതായാലും അതിനൊക്കെ തന്നെ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന് കാണാൻ കഴിയും. ഒരു വിത്ത് ഭൂമിയിൽ മുളച്ച് വലുതായി അത് വലിയ ഒരു വടവൃക്ഷമായി അത് കായ്കനികളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന, എന്നിട്ട് ഒരു കാലം അത് ഭൂമുഖത്ത് അങ്ങനെ നിലക്കൊള്ളുകയും പിന്നീട് അതിന്റെ കാലം കഴിഞ്ഞ് അത് ചത്തുപോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അതിനിടക്ക് അതിനൊരുപാട് പ്രയോജനങ്ങൾ ഈ ഭൂമിയുടെ സംവിധാനത്തിൽ പലരും കണ്ടെത്തുന്നത് നമ്മൾ കാണും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഇതുപോലെ അവന് ഒരു അജല് നിശ്ചയിക്കപ്പെട്ടതായിട്ട് ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ ജീവിതത്തെ നിരീക്ഷിക്കുമ്പോൾ കാണാൻ കഴിയും. നമ്മുടെ പൂർവികരാരും ദീർഘകാലം ഇവിടെ അങ്ങനെ നിന്നു പോവുകയല്ല ചെയ്യുന്നത്. ഒരു സമയം വരുമ്പോ അവരൊക്കെയും ഇവിടുന്ന് കടന്നു പോവുകയാണ്. അവർക്കൊരു തുടക്കമുണ്ടായിരുന്നു, അവർക്കൊരു ഒടുക്കമും ഉണ്ട്. നമ്മളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഓരോരുത്തരും അങ്ങനെ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ത് ദൗത്യമാണ്, എത്രത്തോളമാണ് അത് നിർവഹിച്ചിട്ടുള്ളത് എന്നതൊക്കെ വിലയിരുത്തപ്പെടാവുന്ന വിഷയങ്ങളാണ്. ഒന്നിനും ഒരു പ്രയോജനവും ഇല്ലാത്ത യാതൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. ഈ ചുറ്റുപാടുകളിൽ എത്തിപ്പെട്ട മനുഷ്യന് ഈ ചുറ്റുപാടുകളിലെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നോക്കിക്കണ്ടുകൊണ്ട് തന്നെ ഒരു നിലപാടിലേക്ക് വരാൻ സാധിക്കും. ആ നിലപാടിനോട് ഏറ്റവും യോജിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പ്രവാചകന്മാർ പഠിപ്പിക്കുന്നത് എന്നതും നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിയുടെ സ്വാഭാവികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ലാത്ത യാതൊരു കാര്യവും അള്ളാഹുവിന്റെ ദൂതന്മാർ അവർക്ക് ലഭിച്ച വെളിപ്പാടുകൾ മുഖേന മനുഷ്യരെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാം തന്നെ ഈ പ്രാപഞ്ചിക സംവിധാനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന യാഥാർത്ഥ്യങ്ങളോട് ഏറ്റവും ഏറെ ചേർന്ന് കിടക്കുന്ന യോജിപ്പുള്ള കാര്യങ്ങളാണ് എന്നതാണ് അവർക്ക് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുന്ന വസ്തുത. അപ്പൊ ഇവര് അവിശ്വാസത്തോടു കൂടി ചോദിച്ചത്, ഞങ്ങള് എല്ലും മണ്ണുമായി കഴിഞ്ഞതിന് ശേഷം പുതിയ സൃഷ്ടികളായിട്ട് ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കുമെന്നോ? അപ്പോ അതിനുള്ള മറുപടിയായി അള്ളാഹു നൽകുന്നത്, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഖാദിറുൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹു. വിശുദ്ധ ഖുർആനിൽ വേറെ ചിലയിടത്തൊക്കെ അത് അള്ളാഹു പറയുന്നുണ്ട്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പാണ് മനുഷ്യരുടെ സൃഷ്ടിപ്പിനേക്കാൾ എത്രയോ ചാലഞ്ചിങ് ആയത്. അത്രയും വലിയ സങ്കീർണതകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമാണ്, വളരെ ലളിതമാണ്. ഏറ്റവും ഏറെ ആസൂത്രണം ആവശ്യമുള്ള ഒരു പ്രതിഭാസമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്. ആകാശവും ഭൂമിയും എന്നത് അള്ളാഹു ഖുർആനിൽ നിരന്തരം ഉപയോഗിക്കുന്നത് ഈ പ്രപഞ്ച സാകല്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി അതല്ല, ആകാശത്തെയും ഭൂമിയെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ പോലും വളരെ വലിയ ഗംഭീരമായ ഇമാജിനേഷൻ ആവശ്യമുള്ള, ആസൂത്രണം ആവശ്യമുള്ള ഒരു കാര്യമാണതെന്ന് ഇന്നും നമുക്ക് ആകാശത്തിന്റെയോ പ്രപഞ്ചത്തിന്റെയോ അതിന്റെ സാധ്യതകളെ കുറിച്ചുള്ള വളരെ പരിമിതമായ അറിവ് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. മനുഷ്യൻ കണ്ടെത്തിയ കാര്യങ്ങളെക്കാൾ എത്രയോ ഏറെ ഇനിയും അനാവൃതമാവാൻ അവശേഷിക്കുന്നു എന്നതാണ് വസ്തുത. കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ സൃഷ്ടിപ്പ് അതിഗംഭീരമായതാണ് എന്നത് ബോധ്യപ്പെടും. അപ്പൊ അങ്ങനെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ അള്ളാഹുവിന് ഇവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്നാണോ ഇവർ കരുതുന്നത്? എന്താണ് ഇവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ അവൻ കഴിവുള്ളവനാണ് തീർച്ചയായും എന്ന വസ്തുതയെക്കുറിച്ച് അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വജഅലലഹും അജല, അവയ്ക്കൊക്കെ തന്നെ അവനൊരു അവധി നിശ്ചയിച്ചിട്ടുമുണ്ട്. അവരുടെ ധർമ്മം നിർവഹിച്ച്
അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരികെ പോകുന്നതിന് അള്ളാഹു ഒരു അജല് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യന്റെ കാര്യത്തിൽ. ലാ റൈബ ഫീഹി, അങ്ങനെ അള്ളാഹു അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുണ്ട് എന്നത്, ഒരു അജലുണ്ട് എന്നത് ഒരു സംശയവും ഇല്ലാത്ത പ്രതിഭാസമാണ്. അതിനെക്കുറിച്ച് എന്താണ് ഇവർ കരുതുന്നത്? ഫഅബല്ലാലിമൂന ഇല്ലാ കുഫൂറ. പക്ഷെ അതിക്രമകാരികളായ ഈ നിഷേധികൾ, അവരിൽ അത് സത്യനിഷേധമല്ലാതെ വർദ്ധിപ്പിക്കുകയുണ്ടായിട്ടില്ല, അതല്ലാതെ അവര് മറ്റൊന്നിനും കൂട്ടാക്കുകയുണ്ടായില്ല. ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ പോലും ഈ ലാലിമുകളായ, സ്വന്തത്തോടും തങ്ങളുടെ സൃഷ്ടാവിനോടും അതിക്രമം ചെയ്യുന്ന ഈ മനുഷ്യര്, അവര് നിഷേധത്തിന്റെ നിലപാട് അല്ലാതെ മറ്റൊന്നും കാണിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. അവരിൽ നിന്നുണ്ടാവുന്നത് ഈ കുഫ്ർ മാത്രമാണ്. മറ്റൊന്നിനും അവര് സന്നദ്ധരാവുന്നില്ല എന്നതാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ പോലും അവര് സ്വീകരിക്കുന്ന നിലപാട്. അപ്പോ വളരെ വ്യക്തമായിട്ട് അള്ളാഹു പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത്, മനുഷ്യന് ഒരു അജലുണ്ട്. ആ അജല് കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. വ്യത്യസ്തമായ രീതിയിലാണ് അവർ ഹാജരാക്കപ്പെടുക. അള്ളാഹുവിനെ കണ്ണും കാതും സംസാര വൈഭവവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ, അവന് വഴിപ്പെട്ട, അവന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾ വരുന്ന ഒരു രീതിയുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിന് സന്നദ്ധരാവാതെ നിഷേധത്തിന്റെ നിലപാടിൽ നിലക്കൊണ്ട ആളുകള് മുഖം കുത്തി വീണ് വലിച്ചഴക്കപ്പെടുന്ന വിധത്തില് കണ്ണു കാണാത്തവരും കേൾവിയില്ലാത്തവരും സംസാരിക്കാൻ കഴിയാത്തവരുമായിട്ട് വലിച്ചഴക്കപ്പെട്ടുകൊണ്ട് വരുന്ന ഒരവസ്ഥയും ഉണ്ടാകും. ഈ രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് അള്ളാഹുവിന്റെ മുന്നിൽ അവര് ഹാജരാക്കപ്പെടാൻ പോകുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, ഈ ആകാശഭൂമികളുടെ സ്രഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കുക എന്നത് ഒട്ടും പ്രയാസമുള്ള ഒരു കാര്യമല്ല. അത് പുനരുജ്ജീവിപ്പിക്കലായാലും ശരി. മനുഷ്യന് അതിന്റെ സാധ്യതകള് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലോണിങ്ങിനുള്ള സാധ്യത മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം വിജയകരമാണ് എന്നത് നമുക്കറിയില്ല. പക്ഷെ തത്വത്തിൽ അതിന്റെ സാധ്യത മനുഷ്യൻ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ മനുഷ്യന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പഴയ ഒരു ഡിനോസർ പാർക്ക് എന്നുള്ള ഒരു സിനിമ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവാനിടയുണ്ട്. അതിന്റെ സാധ്യത ചത്തടിഞ്ഞു പോയി എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു ജീവിയെ അതിന്റെ ജൈവാംശങ്ങളിൽ നിന്നായിട്ട് വീണ്ടും രൂപപ്പെടുത്തിയെടുത്ത് കൊണ്ടുവരുന്ന ഒരു ശാസ്ത്രീയ പഠനത്തിന്റെയോ പരീക്ഷണത്തിന്റെയോ ഒരു സാധ്യതയാണ് ആ സിനിമ വെളിപ്പെടുത്തുന്നത്. അത് ആ സിനിമ നിർമ്മിച്ചതിന് ശേഷവും ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവയവങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ക്ലോൺ ചെയ്തുകൊണ്ട് അത് ഉൽപ്പാദിപ്പിക്കാവുന്ന സാധ്യതകളൊക്കെ മനുഷ്യൻ പഠിക്കുന്നുണ്ട്, പഠന വിധേയമാക്കുന്നുണ്ട്. അള്ളാഹു പ്രപഞ്ചത്തിൽ വെച്ചിട്ടുള്ള സംവിധാനങ്ങളെ മനുഷ്യൻ സൂക്ഷ്മതലത്തിൽ പഠന വിധേയമാക്കിയിട്ട് അത് കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ഒക്കെ ചെയ്യണത്. അള്ളാഹുവിന്റെ സംവിധാനത്തിൽ ഇതൊക്കെ ഉണ്ട് എന്നാണ് മനുഷ്യൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് മരണശേഷം അവന്റെ ജീവാംശങ്ങളിൽ നിന്ന് അവനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്നത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല എന്നതാണ് വസ്തുത എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോ പക്ഷെ ഇതൊക്കെയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഇവരിൽ, ഈ ലാലിമുകളിൽ സ്വന്തം ആത്മാക്കളോട് തന്നെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെ കാര്യത്തിൽ അത് നിഷേധമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ നിഷേധമാണ് അവരിൽ അത് കൂടുതലായും അതല്ലാത്ത മറ്റൊരു നിലപാടും അവരിൽ നിന്നുണ്ടാകാത്ത ഒരവസ്ഥയാണ്
അവരുടെ പ്രതികരണം ആ വിധത്തിലായി മാറുകയാണ് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. 2-3 നിരീക്ഷണങ്ങൾ ഉള്ളത് വളരെ ഫാസ്റ്റ് ആയിട്ട് വായിച്ചു പോകാം. മക്കയിലെ ജനങ്ങൾ യുക്തിബോധമുള്ളവരായിരുന്നു. അവർ തെളിവ് ആവശ്യപ്പെട്ടത് ന്യായമല്ലേ? ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി ദൈവത്തിന്റെ പേരിൽ പലതും പറയുകയും സ്വയം ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്ന് വരുത്തി എല്ലാവരും അവനെ അനുസരിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ നാം അത് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം. വളരെ ന്യായമായ യുക്തിപൂർവകമായ ഒരു ചോദ്യമാണ്. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപരിചിതനായിരുന്നില്ല. അവരുടെ കൺമുന്നിൽ 10-40 വർഷം ജീവിച്ച ഒരാളാണ്. അവര് എല്ലാവരും തന്നെ അൽ അമീൻ എന്ന് യോജിപ്പോടുകൂടി വിളിച്ചിരുന്ന, സത്യസന്ധൻ എന്ന, വിശ്വസ്തൻ എന്ന യോജിപ്പോടുകൂടി അദ്ദേഹത്തെ വിളിച്ചിരുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ 40 വയസ്സുവരെ ഒരു കാവ്യശകലം പോലും പറയുകയോ പാടുകയോ ചെയ്ത് അവരാരും കേട്ടിട്ടില്ല. അങ്ങനെ ഒരാള് മനുഷ്യന് എല്ലാവരും തന്നെ കൈകോർത്താലും ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിസ്മയകരമായ വാചകങ്ങള് കേൾപ്പിച്ചുകൊണ്ടാണ്, ആ തെളിവ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മക്കയിലെ ആളുകളോട് പറയുകയുണ്ടായത്, എനിക്ക് ദൈവിക വെളിപ്പാടുകൾ കിട്ടിയിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് ന്യായമായിട്ടും പരിശോധിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന് നിലപാടെടുക്കാൻ പറ്റുള്ളൂ. മക്കയിലെ ആളുകള് സത്യസന്ധരും അതുപോലെ ആത്മാർത്ഥതയുള്ളവരും സ്വാർത്ഥ താല്പര്യങ്ങളാൽ ഭരിക്കപ്പെട്ടിരുന്നവരും ഒന്നുമല്ലാത്ത ആളുകൾ അതിനെ പരിശോധിക്കുകയും ഉൾക്കൊള്ളുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പിന്നെ തള്ളിക്കളഞ്ഞവരോ? ഏത് സമൂഹത്തിലും നമ്മൾ എന്ത് അവതരിപ്പിച്ചാലും പല ജഡികവും ഭൗതികവും ഒക്കെയായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അത് എതിരാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ നിലകൊള്ളുന്ന ആളുകൾ ഉണ്ടാവും. മക്കയിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ചാൽ മതി. കക്ഷി ഭേദമൊക്കെ മാറ്റി, കക്ഷി വ്യത്യാസങ്ങളൊക്കെ കണ്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് പഠിച്ചു നോക്കൂ. ആളുകൾ സത്യസന്ധമായിട്ടാണോ പ്രതികരിക്കാറുള്ളത്? നമ്മുടെ നിയമനിർമ്മാതാക്കളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് ഭരിക്കുന്നവരെന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിന്റെ ശരി തെറ്റുകൾ നോക്കിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രതികരണമാണോ പ്രതിപക്ഷത്തുള്ളവർ നടത്താറുള്ളത്? അതോ കണ്ണടച്ച് അവരെ തള്ളിക്കളയുന്ന, അത് ഞങ്ങൾ മുഖേന ആയില്ല എന്നതിനാൽ അതില് അസംതൃപ്തി കാണിച്ചുകൊണ്ടുള്ള പ്രതികരണമാണോ കാണിക്കാറുള്ളത്? ഏത് വിഷയം വരുമ്പോഴും ഈ രാഷ്ട്രീയക്കാരെ വിട്, വേറെ ഏതെങ്കിലും തൊഴിൽ മേഖലയിലുള്ള ആളുകൾ ഭരണകൂടം വല്ല നയമോ അല്ലെങ്കിൽ വല്ല നിയമമോ നിയന്ത്രണമോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? സത്യസന്ധതയോട് കൂടിയാണോ? അതല്ല അത് തങ്ങൾക്ക് എത്ര ഗുണം ചെയ്യും, എത്ര ദ്രോഹകരമാകും എന്ന സ്വാർത്ഥമായ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണോ? ഒന്ന് പരിശോധിച്ചാൽ മതി. ആളുകളുടെ പ്രതികരണങ്ങളൊന്നും സത്യസന്ധമായിട്ടൊന്നുമല്ല. ആളുകള് തങ്ങൾക്കുള്ള ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടിയിട്ട് അതിൽ തങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നതൊക്കെ നോക്കിയിട്ടാണ് പ്രതികരിക്കാറ്. സത്യം എന്ത് എന്നത് നോക്കിയിട്ട് അതിനെ പിന്തുണക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് സമൂഹത്തിൽ വളരെ കുറവാണ്. ഈ ഒരു അവസ്ഥ തന്നെയാണ് മക്കയിലും സംജാതമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണോ അല്ലേ എന്നത് വിലയിരുത്തി മനസ്സിലാക്കാൻ എല്ലാവർക്കും അള്ളാഹു ബുദ്ധിയും കാര്യങ്ങളെ വിലയിരുത്താനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താനേ സാധിക്കുകയുള്ളൂ. എന്റെ ബോധ്യം നിങ്ങളുടെ ബോധ്യമാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങള് വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി നിർവഹിക്കണം. അപ്പോഴേ അത് നിങ്ങൾക്ക് ബോധ്യമായി മാറുകയുള്ളൂ. ഏത് ആള് എന്തുവെന്ന് പറഞ്ഞാലും അതേപടി വിഴുങ്ങണം എന്ന് ഇസ്ലാം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. കൃത്യമായ തെളിവുകൾ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുള്ളത്.
ആ തെളിവുകൾക്കാണ് ആയാത്ത് എന്ന് പറയുന്നത്. ആയാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ്. ആ തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് സത്യസന്ധതയോടുകൂടി പ്രതികരിച്ച എല്ലാവരും തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ആളുകളായി മാറിയിട്ടുണ്ട്. അതാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ നരകവർണ്ണനയിലൂടെ എത്ര തന്ത്രപൂർവമാണ് മരണാനന്തര ജീവിതത്തിനെ കുറിച്ചുള്ള മനുഷ്യന്റെ അറിവില്ലായ്മ മുതലെടുത്ത് മതത്തിലേക്ക് ആളുകളെ ചേർക്കാൻ ഉപയോഗിക്കുന്നത് എന്നല്ലേ ഇവിടെ കാണുന്നത്. ഇത് ഒരു വായനയാണ്. ആ ഒരു വായനയുടെ സാധ്യതയെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ ഒരു സംഗതിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ അത് ഒന്നുകിൽ സത്യമാണെന്ന് ബോധ്യപ്പെടും, അല്ലെങ്കിൽ അസത്യമാണെന്ന് ബോധ്യപ്പെടും. അത് ഓരോരുത്തരും അവരുടെ സത്യസന്ധമായ പഠനത്തിലൂടെയും വിലയിരുത്തലിലൂടെയും നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ആര് വന്നാലും അതേപടി അങ്ങ് വിഴുങ്ങേണ്ട കാര്യമില്ല. നരകത്തെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഇവിടെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്ത് കാരണത്താൽ നിങ്ങൾക്ക് അസ്വീകാര്യമാകുന്നു എന്നത് നിങ്ങളോട് തന്നെ മനസ്സ് തട്ടിയിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുക. അതിന് ഉത്തരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. കാരണം എന്റെ സത്യസന്ധത ഞാന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരളവോളം, ഒരു പരിധിയോളം മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അക്കാര്യത്തിൽ ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ അതിന് നിവാരണം ഉണ്ടാകും. ഒന്നുകിൽ ഞാൻ സത്യസന്ധനാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും, അതല്ലെങ്കിൽ ഞാൻ ഒരു ഫ്രോഡാണ് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ അനന്തരഫലവും നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. അതില് മറ്റൊരാൾക്ക് ഇടപെടാൻ സാധ്യമല്ല. പക്ഷെ അതിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളത് നിർവഹിക്കുന്നത് സത്യസന്ധതയോടെ ആണോ അല്ലേ എന്നത് മാത്രം. നിങ്ങൾ സത്യസന്ധതയോടുകൂടി നിർവഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു മുത്തഖികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കും. മുത്തഖി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ സത്യസന്ധതയുള്ളവരാണ്. നിങ്ങൾ സത്യസന്ധതയോടുകൂടിയാണ് ഈ വിലയിരുത്തൽ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും സത്യം ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് നൽകും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നരകം, സ്വർഗം ഇതൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൂടെ മനുഷ്യരെ അള്ളാഹു ഭയപ്പെടുത്തുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യം തന്നെയാണ്. ഉള്ളതാണെങ്കിൽ അതൊക്കെ വളരെ ശരിയാണല്ലോ. ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംവദിക്കുന്നതിന് ഒരു അർത്ഥമില്ലല്ലോ. ഉള്ള ഒരു സംഗതിയാണെങ്കിൽ, നരകം ഉള്ളതാണെങ്കിൽ, സ്വർഗം ഉള്ളതാണെങ്കിൽ ആ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആദ്യം അത് സത്യമാണോ അല്ലേ എന്നത് സ്വന്തം മസ്തിഷ്കവും കഴിവും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് സത്യസന്ധമായ അന്വേഷണത്തിലൂടെ നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് വരിക. അത്രയും പറ്റുള്ളൂ പറയാൻ. ഈ നരകഭയം വളരെ ചെറുപ്പത്തിൽ മനസ്സിൽ കടത്തിവിട്ടാൽ പിന്നെ അതിൽ നിന്ന് പുറത്തു വരിക എളുപ്പമല്ല. അതാണ് മതത്തിന്റെ കെട്ടുറപ്പായി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇത് നരകഭയത്തിന്റെയോ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെയോ കാര്യത്തിൽ മാത്രമല്ല, എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ്. നിഷേധികൾ, ഒരു സത്യനിഷേധി അല്ലെങ്കിൽ ഒരു ദൈവനിഷേധിയായ ഒരാളുടെ മകന് ചെറുപ്പം മുതലേ നൽകപ്പെടുന്ന ആശയപരമായ പരിശീലനം എന്താണ്? ദൈവമില്ല എന്നുള്ള നിലക്കല്ലേ. ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു ആസൂത്രകനില്ല എന്നുള്ള നിലക്ക് അങ്ങനെ ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. മഹാവിഡിത്താണ്, അവര് പൊള്ളു പറയുകയാണ് എന്ന് തന്നെയാണല്ലോ ഒരു ദൈവനിഷേധിയായ ഒരാള്, നിരീശ്വരവാദിയായ ഒരാള് മക്കൾക്ക് ചെറിയ പ്രായം മുതൽ പറഞ്ഞു കൊടുക്കുന്നത്. അക്കാര്യത്തിലോ അങ്ങനെയുള്ള ഫീഡിങ് നടന്ന ഒരാള് എത്ര സാധ്യതയുണ്ട് സത്യം കണ്ടെത്താൻ? അള്ളാഹു അവർക്ക് അവസരം കൊടുക്കും. അവസരം കൊടുക്കുമ്പോൾ സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവര് തുനിയേണ്ടി വരും, സന്നദ്ധരാവേണ്ടി വരും. ഇത് തന്നെയാണ് മതത്തിന്റെ ആളുകളുടെയും കാര്യത്തില്. അല്ലാതെ വ്യത്യസ്തമായിട്ട് യാതൊന്നും മതത്തിന്റെ ആളുകൾ ചെയ്യുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെറുപ്പം മുതലേ മക്കളെ കമ്മ്യൂണിസത്തിന്റെ ഭൗതികവാദം മനസ്സിലായാലും ഇല്ലെങ്കിലും അങ്ങനെ കുട്ടികളുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ? ഞാൻ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഒരു സംഘപരിവാർകാരന് ഇവിടെ രാജ്യത്തെ ഏറ്റവും വിഡിത്തം, ചാണക ആശയങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് അങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ നിരന്തരമായിട്ട്? അങ്ങനെയല്ല അവര് വളർന്നു വരുന്നത്. പക്ഷെ മുതിർന്നു വന്ന ഒരാള് സ്വതന്ത്രമായിട്ട് ആലോചിക്കാനൊക്കെ കഴിയുന്ന ഒരു ഘട്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും അവനൊരു നിലപാട് സ്വീകരിക്കും. ഒന്നുകിൽ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിച്ച ആ ആശയത്തിന്റെ പുറകെ പോകാമെന്ന് തീരുമാനിക്കും, അല്ലെങ്കിൽ അത് മഹാവിഡ്ഢിത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന്
സ്വന്തമായി ഒരു വഴി തെരഞ്ഞെടുത്ത് പോകും. ഇനി അതുമല്ലെങ്കിൽ ഈ തെരഞ്ഞെടുക്കുന്ന ആള് തന്നെ വളരെ കപടമായ സ്വാർത്ഥമായ പല താല്പര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് അവന്റെ സ്വാർത്ഥതക്ക് അനുഗുണമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകും. ഇത് സ്വാഭാവികമാണ്. മതത്തിന്റെ കാര്യത്തിൽ നിന്നല്ല, ഏതിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പൊ ആദിവാസികളുടെയോ പഴയ ഗോത്രവർഗക്കാരുടെയോ ഒക്കെ ഇടയിൽ പോയിട്ടൊന്ന് കുട്ടികളെ ഒന്ന് വിലയിരുത്തി നോക്കൂ. അവിടെയും അവരുടെ എൽഡേഴ്സ് എന്തൊക്കെയാണോ കൊണ്ട് നടക്കുന്നത് അത് കണ്ടും കേട്ടും അത് പഠിപ്പിക്കപ്പെട്ടുമാണ് ആ കുട്ടികൾ വളരുന്നത്. അതില് ഇസ്ലാമിന്റെ ഒരു വലിയ ഗുണം ഞാൻ മനസ്സിലാക്കുന്നത്, ആ മുസ്ലിം കുടുംബത്തിലോ മുസ്ലിം സാഹചര്യത്തിലോ വളരുന്ന കുട്ടികൾക്ക് ചെറുപ്പം മുതലേ യുക്തിഭദ്രമായ ഒരു അന്വേഷണ സാധ്യത അവരിൽ ഉണ്ടാകുന്നു എന്ന ഒരു സൗഭാഗ്യമാണ് അവർക്ക് ലഭിക്കുന്നത്. സത്യം അവർക്ക് ഈ അച്ഛനമ്മമാരുടെ മന്ത്രങ്ങളായിട്ട് അവരിലേക്ക് കിട്ടുന്നു എന്നത് വലിയൊരു ഭാഗ്യമാണ്. കുറെ അബദ്ധങ്ങള് തലയിൽ കുത്തിക്കയറ്റപ്പെടുന്നതിനേക്കാൾ ഈ കുട്ടികൾക്ക് സത്യം ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നു എന്നതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. എന്ന് കരുതിയിട്ട് അവര് സ്വർഗാവകാശികളായി മാറിക്കൊള്ളണമെന്നില്ല. ഏത് മുസ്ലിമിന്റെ മകനും ഏത് മുസ്ലിമത്തായ പെണ്ണിന്റെ മകനും ഒക്കെ തന്നെ പ്രായം എത്തുമ്പോൾ അവന്റേതായ വഴി തെരഞ്ഞെടുക്കും. അവൻ അള്ളാഹു നൽകിയ ബുദ്ധിയും കഴിവും ഒക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് ഒരു നിലപാടിലേക്ക് വരും. അതാണ് വസ്തുത. അതിന് ഉതകുന്ന വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നിരന്തരം ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് ഈ മതത്തിന്റെ കാര്യത്തിലോ വിശ്വാസ കാര്യങ്ങളിലോ മാത്രമൊന്നുമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോലും അങ്ങനല്ലേ. ഓരോരുത്തരും മുതിർന്നു വലുതായതിനു ശേഷം ഒന്നാമത്തെ പരീക്ഷണം ഇങ്ങനെ നടത്തി 2, 3, 4 എന്ന് പറഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് ഭക്ഷണം ഉണ്ടാക്കൽ പഠിക്കുകയാണോ? അല്ലല്ലോ. ചെറിയ പ്രായത്തിലെ അച്ഛനും അമ്മയും ഒക്കെ ചെയ്യണത് കണ്ടും കേട്ടും അവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തും ഒക്കെ അവർ പഠിച്ചു വരികയാണ്. അതാണ് മനുഷ്യന്റെ ബോധന രീതി. അതുകൂടെ ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്, മതത്തിന്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല. അതുകൊണ്ട് മനുഷ്യന് പക്ഷേ വിവേചന ബുദ്ധി അള്ളാഹു നൽകിയിട്ടുള്ളത് പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത അവന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. സത്യസന്ധതയോടുകൂടി ഒരാള് അവന്റെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് എത്തിച്ചേരുന്ന കൺക്ലൂഷൻ അത് സത്യസന്ധമായിട്ടാണ് അവൻ അന്വേഷിക്കുന്നതെങ്കിൽ അതൊരിക്കലും തെറ്റായതാവില്ല. ഉള്ളിലേക്കൊന്ന് അന്വേഷിച്ചാൽ മതി, ഞാൻ നിലപാടെടുക്കുന്നത് സത്യസന്ധമായിട്ടാണോ അല്ലേ, അതോ എന്നോട് തന്നെ ആത്മവഞ്ചന ചെയ്തുകൊണ്ടുള്ള നിലപാടിലേക്കാണോ ഞാൻ എത്തുന്നത് എന്നതൊരു ചോദ്യം സ്വന്തത്തോട് തന്നെ ചോദിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.